ഹലോ ഗായ്സ്. അപ്പം ജീരകം, പഴയ ജീരകമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോര്, നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു ഫ്ലവർ വരച്ചെടുക്കണം. ഞാനിത് ട്രേസ് ചെയ്താണ് വരച്ചത്, അപ്പോൾ ട്രേസ് ചെയ്ത് വരയ്ക്കാം. ഈ ഫ്ലവറിൻ്റെ നിങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ ഇത് വരയ്ക്കാൻ പറ്റിയത് ഒരു ഫോട്ടോ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്ലവറിൽ വരച്ചിട്ട് പശ തേച്ചെടുക്കണം. പശ തേച്ചെടുത്ത് എല്ലാ പെറ്റൽസിലും അതിന് നടുക്കുള്ള ഭാഗത്തും എല്ലായിടത്തും പശ തേക്കണം, നല്ലപോലെ പശ തേക്കണം. ഇത് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. ക്യാമലിൻ്റെ ഗ്ലൂ ആണ്. കൊള്ളാം, കുഴപ്പമില്ല. എല്ലാ ഗ്ലൂ നല്ലതാണല്ലോ, അതുപോലെ ഇത് നല്ലതാണ്. അപ്പം അത് നല്ലപോലെ തേക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജീരകം എടുക്കണം. ജീരകം എടുത്തിങ്ങനെ തട്ടി അതിൻ്റെ മേളിൽ ഇടണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കട്ട ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വേറെ രീതിക്കാണ് പരീക്ഷിച്ചത്. അപ്പം ജീരകം എടുത്ത് നമ്മൾ തട്ടുക. അപ്പോൾ പശയിൽ നമുക്ക് വേണ്ട ഭാഗത്ത് മാത്രം പറ്റി തന്നോളും. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മളങ്ങനെ എടുത്ത് പാത്രത്തിലോട്ട് കമത്തണം. കമത്തി കണ്ട. ഇപ്പോൾ കറക്റ്റായിട്ട് വന്ന് ഇനി നമ്മൾ പേപ്പർ ഒന്നുകൂടെ വെച്ചിട്ട് ഒന്നും കൂടെ ജീരകം ഇടണം, എന്നാലേ ശരിയാകത്തുള്ളൂ. പിന്നെ ആ കട്ട വന്ന് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പിന്നെയും ജീരകം ഇടണം. ജീരകം ഇട്ടിട്ട് പിന്നെ സെയിം സ്റ്റെപ്പ്, അത് പിന്നെയും അങ്ങോട്ടിടുക. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് റെഡി. പ്രത്യേകം ശ്രദ്ധിക്കുകയും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതോ പഴയ ജീരകമോ വല്ലതും എടുക്കുക. അടുക്കളയിൽ നിന്ന് ജീരകം എടുത്തുകൊണ്ട് വന്നിട്ട് അമ്മമാരുടെ വായിരിക്കുന്നത് കേൾപ്പിക്കരുത്. അടിപൊളി ക്രാഫ്റ്റാട്ടോ. ഞാൻ 2 എണ്ണം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. ഈ ഫോട്ടോ എടുത്തിട്ടുണ്ട്, വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് വരയ്ക്കുക ചെയ്യുക. താങ്ക് യു. The storms we chase are leading us, and love is